കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ സെക്സ് റാക്കറ്റ് പിടിയിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. 2 ഇടപാടുകാരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. കോഴിക്കോട് മലാപ്പറമ്പിൽ ഈയപ്പാടി റോഡിലുള്ള അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരടങ്ങുന്ന സെക്സ് റാക്കറ്റ് പിടിയിലാകുന്നത്. ഏറെ നാളുകളായി ഈ സംഘം അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. 2 ഇടപാടുകാരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്ന കേന്ദ്രം കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് 2 വർഷം മുൻപാണ് ബഹ്റിൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോ എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി വാടകയ്ക്കെടുത്തത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ദമ്പതികളെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തതെന്നും വാടക നൽകിയത് ഓൺലൈൻ വഴിയായതിനാൽ വാടകക്കാരുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അപ്പാർട്ട്മെന്റ് ഉടമ സുരേഷ് ബാബു പറഞ്ഞു. അങ്ങേര് ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് അനിമേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഇവിടെ എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷന് വന്നപ്പം അവിടുന്ന് ചെറിയ സംശയ ആളുകൾ പറഞ്ഞു, അവിടെ അസമയത്ത് ആളുകൾ വരുന്നുണ്ടോ എന്നല്ലോ പറഞ്ഞു. ഇനി മുകളിലേക്കൊന്നും ഞങ്ങൾ ഇവർക്ക് വാടക കൊടുത്തല്ലേ, ഞങ്ങളൊന്നും മുകളിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ടീമിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ വരും. മലാപ്പറമ്പിൽ നിരവധി ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റിന് ചുറ്റുമുണ്ട്. ആർക്കും സംശയം തോന്നാത്ത തരത്തിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. പിടിയിലായ 2 ഇടനിലക്കാരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.